ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ചരിത്രം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള ചരിത്രം എന്ന ടോപ്പിക്കിലെ SCRT ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SCRT ചോദ്യങ്ങൾ പഠിക്കാതെ ആരും PSC എക്സാമിന് പോകരുത്. SCRT പഠിക്കാതെ ആരും PSC എക്സാമിന് പോകരുത്. കാരണം ഭൂരിഭാഗം ചോദ്യങ്ങളും SCRT ബേസ് ചെയ്തിട്ടാണ് PSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറക്കാതിരിക്കപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തണം. ഒന്നാമത്തെ ചോദ്യം, വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. എന്താ ചോദ്യം? വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാ? അൽവാരോ വെൻഹോവ് ആണ്. ആരാണ്? അൽവാരോ വെൻഹോവ്. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാ? ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാന്ന് ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാ? പോർച്ചുഗീസുകാരാണ്. പക്ഷെ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരല്ല. ആരാണ്? അറബികളാണ്. അപ്പൊ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ അറബികളും, ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗീസുകാരുമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. അൽവാരോ വെൻഹോവ്. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരാണ്? കുഞ്ഞാലി മരക്കാറാണ്. ആരാണ്? കുഞ്ഞാലി മരക്കാർ. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. ഏതാണ്? കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എപ്പോഴാണ്? 1741 എപ്പോഴാണ്? 1741 കുളച്ചൽ യുദ്ധം നടന്നത് അല്ലെ? 1741. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? കർണാട്ടിക് യുദ്ധങ്ങൾ. എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. എന്താണ്? കർണാട്ടിക് യുദ്ധങ്ങൾ. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഏതാണ്? ഫത്ഹുൽ മുബീൻ ആണ്. ഏതാണ്? ഫത്ഹുൽ മുബീൻ. എന്താണ് അതിന്റെ അർത്ഥം? വ്യക്തമായ വിജയം. എന്താണ്? വ്യക്തമായ വിജയം. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആരെഴുതി? കാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ. അപ്പോ ഫത്ഹുൽ മുബീൻ എന്ന കാവ്യം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കാസി മുഹമ്മദ് ആണ്. ആരാണ്? കാസി മുഹമ്മദ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. ആരാണ്? കുഞ്ഞാലി മൂന്നാമൻ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാ? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കരാണ്. ആരാണ്? സർദാർ KM പണിക്കർ. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാ? അല്ലെങ്കിൽ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? അതും സർദാർ KM പണിക്കരാണ്. അപ്പൊ കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാലും, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കർ. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഏതാണ്? ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ ആദ്യത്തെ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1721 എപ്പോഴാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ഏതാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ശ്രീരംഗപട്ടണം സന്ധിയാണ്. ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധി. കുണ്ടറ വിളംബരം നടത്തിയത് ആരാ? കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. ആരാണ്? വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞല്ലോ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. അപ്പൊ കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജ. ആരാണ്? പഴശ്ശിരാജ. ആരാണ് വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കർ. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്നാണ്? 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടത്. അപ്പൊ പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്നാണ്? 1805 നവംബർ 30. പഴശ്ശിരാജ വേറെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ ആരറിയപ്പെടുന്നു? പഴശ്ശിരാജ അറിയപ്പെടുന്നു. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എന്നാണ്? 1809 ജനുവരി 11. അപ്പൊ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എപ്പോഴാണ്? 1809 ജനുവരി 11.
കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളെയാണ്. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആരാണ്? ശ്രീനാരായണ ഗുരു. അപ്പൊ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം ആരുടെ വാക്കുകളാണ്? എന്താണ്? വേല ചെയ്താൽ കൂലി കിട്ടണം ആരുടെ വാക്കുകളാണ്? വൈകുണ്ഠ സ്വാമികളുടെ വാക്കുകളാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം ആരുടെ വാക്കുകളാണ്? ആരുടെ വാക്കുകളാ? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. എന്താ പറഞ്ഞത്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് എന്തറിയപ്പെടുന്നത്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദനാണ്. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷൻ ആണ്. ഏതാണ്? ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹള. മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ഏത്? ചാന്നാർ ലഹള. ഏതാണ്? ചാന്നാർ ലഹള. ചാന്നാർ ലഹള. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്താ പറഞ്ഞത്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അധസ്ഥിത വിഭാഗ നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അധസ്ഥിത വിഭാഗ നേതാവാണ് അയ്യങ്കാളി. അയ്യങ്കാളി. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാർകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഇപ്രകാരം പറഞ്ഞത് ആരാണ്? കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. എന്താണ് പറഞ്ഞത്? മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാർകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ആര് പറഞ്ഞു? സ്വാമി വിവേകാനന്ദൻ. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക. താങ്ക്